കഞ്ചാവുണ്ട് തള്ളക്ക് തരട്ടെ. ഓടവിടെ നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണ. അമ്മയാ പറഞ്ഞ തള്ളക്ക് തരാൻ. എടാ നിന്റെ മറ്റോൾക്ക് കൊണ്ടു കൊടുക്കണ ചവി പോടാ. പറ്റേരുന്നേ ഒരു ഊണ്. ഇന്നലത്തെ ബാക്കിയും കൂടെ എടുത്തിട്ടുണ്ടേ. മുരുക എടി മോളെ, വന്ന സമയത്തിനുള്ളിൽ ആ മാഷയുടെ ചാവി നിന്റെ അരക്കെട്ടിലാക്കിയില്ലേ? സമ്മതിച്ചു. എടി മോളെ ഒന്നവിടെ ഒരു കാര്യം ചോദിച്ചിട്ട് എടി ഒന്നവിടെ നിക്കേ. ഒന്ന് നിക്കടി പെൺകുട്ടി, ചോദിച്ചോട്ടെ നിന്നോട്. ഇച്ചിരി നേരം നിക്കടി പെണ്ണെ. എടി ഒന്ന് നിക്കടി അവിടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടേന്ന്. ഇവിടെ ഇറക്കാൻ മെഴുക്കുവരട്ടി. വെട്ടി വിഴുങ്ങടാ നീ, വെട്ടി വിഴുങ്ങ. നോക്കടി. വരുന്നൂന്ന്. ഇത്തിരി പുളിശ്ശേരി അച്ചാറും. പുളിശ്ശേരി ഇവിടെ പുളിശ്ശേരി വിളമ്പ്. മാങ്ങാക്കറി ഇവിടെ വെച്ചിട്ട് നീ ഞാൻ പിടിച്ചോളാടി. അമ്പടി കേമി ഒരു കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ സമ്മതിച്ചില്ല. എന്ത് ചവിയാണിത്? എടി നീ എന്നെ തള്ളി മാറ്റിട്ട് പോണത് ഞാനൊന്ന് കാണട്ടെ. എന്താടി നീ മനുഷ്യനെ കാണാത്ത പോലെ? ഈ പെണ്ണ് ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഞാൻ ഇവരെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് വരാം. അങ്ങോട്ട് മാറുന്നുള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ലേ മുരുക? ഒരു പഴം ഇട് പോന്നോട്ടെ. ചങ്ക് പൊട്ട വെച്ചിട്ടും മയ്യ. ആരാ രസം ചോദിച്ചത്? ഇവിടെ. ഇവിടെ അല്ലേ? എടി മോളെ, ഒരു 5 രൂപ തന്നെ. അതിന്ന് ഒരു 5 രൂപ തരാനേ. അയ്യോ ഞാൻ തരില്ല. അതെന്താ? തരാൻ പാടില്ല. അത്ര തന്നെ. ഇത്ര പൊള്ളാനായിട്ട് അത് നിന്റെ കാശൊന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെയാ. ഇതേ മാഷിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ. എനിക്കിത് വേണടി. തെണ്ടി തിരിഞ്ഞു നടന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേനെ. എനിക്കിതന്നെ വേണം. ഓരും വിട്ടോളെ. മനസ്സിലാവുണ്ടീ? ഇവിടെ നടക്കണ കുട്ടൻസും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിയുടെ താക്കോല് നിന്റെ അരക്കെട്ടിലെത്തിയ ഹുങ്കല്ലടി നീ കാണിക്കുന്നത്. തീർത്തരാടി, ഞാനായിട്ട് തന്നെ തീർത്തരാടി. എടി ഈ തള്ളക്ക് ഇത് നാട്ടില് പാട്ടാക്കാനേ 1/2 സെക്കൻഡ് മതിയിടി പെണ്ണെ. 1/2 സെക്കൻഡ്. നിന്നൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഈ തള്ളയുണ്ടല്ലോ. എന്നോട് ഒരു 5 രൂപ ചോദിച്ചു. ഞാനത് കൊടുക്കാത്തോണ്ടാ. ദിവസം വന്ന് ഞഞ്ഞ അടിച്ചോണ്ട് പോകണ്ടല്ലോ. പിന്നെന്തിനാ കാശ്? കുഴിച്ചിടാൻ. എന്നിട്ട് മുളച്ചു വരുമ്പോഴേ ഇങ്ങനെ എങ്ങനെ പറിച്ചെടുക്കാൻ. എന്നാലേ കുഴിച്ചിട്ടാ മുളയ്ക്കുന്ന കാശൊന്നും ഇവിടെ ഇല്ല. നല്ലോണം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കണ കാശേ നാട്ടുകാർക്ക് ഒക്കെ അറിയണം നിന്റെ അധ്വാനം. മിണ്ടാൻ വേണം. മിണ്ടാൻ തന്നെയാണ് പോണത്. ചായ കച്ചവടം മാത്രല്ല ഇവിടെ നടക്കുന്നത്. വേണമെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണത്തിനെയും കൂടെ കൊണ്ടുതരാ. നടത്തിക്കോടാ, വെച്ച് നടത്തിക്കോടാ. അയ്യോ എന്റെ പല്ലേ, എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പല്ല് പോയേ. കാണിച്ചു തരാടാ എരപ്പേ. കള്ള ആരെന്ന് അറിയിച്ചു തരാടാ നിന്നെ. എടാ കണ്ടാ തവളെ പോലെ ആണെങ്കിലും മൂർഖും പാപ്പിനെയാടാ നീ നോവിച്ചു വിട്ടേക്കണത്. അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ വായിരിക്കുന്നത് കേട്ടാ സ്വന്തം തള്ളയായാലും തല്ലു കൊടുത്ത് പോവില്ലേ? അത് കൈ വെച്ചോളൂ. കുട്ടി വിഷമിക്കൊന്നും വേണ്ട. ആ തള്ളയെന്ന് പലതും പറയും. ഊണ് കഴിച്ചോ? ഒന്ന് ശരി. എന്തേ രക്തചന്ദ്രൻ വരട്ടിയതാ? പേടിച്ചു പോയി. അപ്പൊ പേടിയുണ്ടല്ലേ? പിന്നെ കുട്ടിത്തേവാങ്ക് പോലെ വന്നു നിന്നാ പേടിക്കാതിരിക്കോ? എന്താ? ഓ അപ്പൊ എന്നെ കണ്ട കുട്ടിത്തേവാങ്ക് മാതിരിയല്ലേ? അല്ല, അങ്ങനെയല്ല, വെറുതെ ചുമ്മാ പറഞ്ഞതാ. ഒന്നുമല്ല. അപ്പോഴേക്കും പിണങ്ങിയോ? പിണങ്ങി.
ഒന്ന് നിൽക്കുവോ? എന്തൊരു ശേലമായെന്ന് കാണാൻ. മുഖം ഇപ്പൊ കണ്ട സ്വർണം പോലെ. ഞാനൊന്ന് തൊട്ടോട്ടെ. ഏയ്
ഇങ്ങോട്ട് വാ വലിക്കണോടാ ഇതിനെ. എന്താ പതിവില്ലാണ്ടൊരു കിടപ്പ്? മുഖം എന്താ വല്ലാതെ? കണ്ണൊക്കെ ചുവന്ന് പനിയുണ്ടോ? ഇല്ല, ഒരു ചെറിയ തലവേദന. ആ അടുക്കള കയറി പുക കൊണ്ടിട്ടാ. അതെങ്ങനെ അവൻ പച്ച വിറകെ കത്തിക്കൂ. ആദ്യം ഈറിനൊക്കെ ഒന്ന് മാറി കുറച്ചു നേരം സുഖമായിട്ട് കണ്ണടച്ച് കിടക്കുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ പൂവാങ്കുറുന്നലും കുരുമുളകും കൂടി പ്രയോഗമുണ്ട്. കുഞ്ഞിന് വരട്ടെ, അവനെ അതൊക്കെ അറിയൂ. കിടന്നോളൂ. പുളിശ്ശേരി പരമേട്ടനോട് ചോദിക്കേ. പരമേട്ടാ, പുളിശ്ശേരി എവിടെ? കുടിക്കാൻ കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം എന്താ? എത്ര നേരെ കുറച്ച് വെള്ളം ചോദിക്കാൻ തുടങ്ങിയിട്ട്? എന്താ ഇവിടെ കുറച്ച് വെള്ളം ചോദിച്ചു കേട്ടില്ലേ? മായമേ, എന്താ ആലോചിക്കണേ? ഓഹോ, ഇവിടെയാ വെള്ളം ചോദിച്ചേ. രസം, കുറച്ച് രസം വേണം. രസം കൂട്ടുകറി ആർക്കാ വേണ്ടേ? കൂട്ടുകറി ആർക്കാ വേണ്ടേ? എത്ര നേരം രസം ചോദിക്കുന്നു? എന്ത് വെള്ളം ചോദിച്ചു, വെള്ളം അറിയാതെ ഒഴിച്ചു പോയി. എന്താ മായമേ? എന്താന്ന് പറ. ഫോണുണ്ടോ മനുഷ്യന് സ്വയം കെടുത്താണ്ട്? എന്താ ഉണ്ടായേ? ഒന്നുമില്ല എന്നൊന്നും പറയാൻ ഭാവിക്കണ്ട. ഇപ്പൊ കുട്ടിയുടെ ഉത്തരവാദിത്തം എനിക്കാ, അതുകൊണ്ടാ ചോദിക്കണേ. എന്താ ഉണ്ടായേ? ഞാൻ ഇവിടുന്ന് പോവാ. പോവേ? എങ്ങോട്ട്? എനിക്ക് പേടിയാവാ. ആരെ? എല്ലാരും
എന്നെയും പേടിയാണോ കുട്ടിക്ക്? മാഷ് മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. പിന്നെ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ കാരണം പഴക്കം വെക്കാനൊന്നും ഉണ്ടാവണ്ട. മായമ്മയ്ക്ക് എന്താ പറ്റിയത്? അതറിയുന്നില്ല ഞാൻ വന്നത്. നീ അവളെ എന്താ ചെയ്തേ? ഞാനെന്താ ചെയ്തേ? നീ അവളെ ഉപദ്രവിച്ചില്ലേ? ഇല്ല. മുഖത്ത് നോക്കി നുണ പറയാൻ തുടങ്ങിയില്ല. നീ എന്തിനാ അവളേക്ക് തൊടാനും പിടിക്കാനൊക്കെ പോയേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ചോദിക്കണേ. അതിനാരെങ്കിലും കാണണമെന്ന് വെച്ച് പൂർവ്വക്കാൾ മോതൽ പറടാ. തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്തതാ. വൃത്തികെട്ടവനെ തോന്നി കാണിക്ക്. ചോദിക്കാനും പറയാനും ആരും നീ വിചാരിച്ചേ? ഓടിച്ചോ, എത്ര വേണം കടിച്ചോ, എന്നാലും എനിക്കതിനെ ഇഷ്ടാ. എടാ, നിനക്ക് മാത്രം ഇഷ്ടമായ മതിയോ? അവളോ? അത് ചോദിച്ചോ? ചോദിക്കാതെ എനിക്കറിയാം. വെറുതെ തല്ലും. എന്താ ചോദിക്കാതെ എനിക്കറിയാം. എന്തറിയാം? ഇഷ്ടാന്ന്. എന്നിട്ടാണ് അവൾ ഊണ് ഉറക്കില്ലാണ്ട് രാപകലുകൾ കരയണത്. അവളിവിടുന്ന് പോവാണെന്ന് നിന്നെയൊക്കെ പേടിച്ചിട്ട്. മായമ്മ എങ്ങനെ പറഞ്ഞു? പിന്നെ പറയണ്ട. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, മായമ്മേ, ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞോ? പറഞ്ഞോന്ന്? പറഞ്ഞു. എന്തിനാ പോണേ? എന്തിനാ പോണേ എനിക്കറിയണം. എനിക്ക് പോണെന്ന് തോന്നി. അതെന്തിനാന്നാ ചോദിച്ചത്? എനിക്കറിയാം എന്തിനാ പോണെന്ന്. എന്നെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ? ശല്യാന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഇല്ല. പറഞ്ഞു. മായമ്മ പറഞ്ഞതാ. മാഷ് കള്ളം പറയൂല. പറഞ്ഞില്ലേ മായമ്മ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം. ഇതാ കള്ളം. മഹാ കള്ളിയാ മായമ്മ. എന്താ? ക്യാമ്പ് പറിക്കാൻ പോട്ടാ? വേണ്ട. ഇന്ന് പറിക്കണമെന്ന് പറഞ്ഞിട്ട് വേണ്ട. എല്ലാം ചീഞ്ഞു പോട്ടെ. മഴ വരണേന് മുമ്പ് ഒന്ന് കടന്നു പോകുന്നു നിങ്ങളെ.